അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശഅബാൻ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലാണ് നമ്മളൊക്കെ ഉള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകൊണ്ട് നമുക്ക് തന്ന ഏറ്റവും വലിയ നിധിയാണ് ഈ വരുന്ന മാസങ്ങളും ദിവസങ്ങളൊക്കെ. നമ്മൾ ഒരുപാട് ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന മാസമാണെന്നൊക്കെ നമുക്കറിയാം. മഹാന്മാർ ഈ രാത്രികളെ പകലാക്കിയിരുന്ന കാലഘട്ടമാണ് ഈ റമളാനും ശഅബാനും റജബൊക്കെ. രാത്രികളിൽ ഇബാദത്തിലും തസ്ബീഹിലും ദിക്റുകളിലൊക്കെ മുഴുകി രാത്രികളെ പകലാക്കിയിരുന്ന മഹാന്മാരാണ് നമ്മുടെ മുൻഗാമികളൊക്കെ. ആ പാരമ്പര്യമാണ് നമ്മുടെ ജീവിതത്തിലും പകർത്തേണ്ടത്. പഴയ കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ ചൊല്ലിവരുന്ന ദിക്റുകളും സ്വലാത്തുകളും മൗലൂദുകളൊക്കെ നമ്മൾ വലിച്ചെറിയപ്പെട്ടപ്പോൾ പുതിയ തലമുറയുടെ പിന്നിൽ നമ്മൾ ഓട്ടം തുടങ്ങിയപ്പോൾ അള്ളാഹു പുതിയ പുതിയ രോഗങ്ങളും തന്ന് നമ്മളൊക്കെ പരീക്ഷിച്ചു തുടങ്ങി. മരുന്നില്ലാത്ത മനുഷ്യരില്ല, പ്രശ്നങ്ങളില്ലാത്ത വീടുകളും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഡോക്ടർമാരുടെയും ഹോസ്പിറ്റലുകളുടെയും ഒക്കെ അടിമകളായിട്ട് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുകയാണ്. ഒരു യാത്ര പോകുമ്പോൾ ഒരു ബാഗ് നിറച്ച് മരുന്നുമായിട്ടാണൊക്കെ ഓരോരുത്തരും യാത്ര തന്നെ പോകുന്നത്. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയ കാലങ്ങളിൽ ഒരു ചെറിയ ഓട് മേഞ്ഞ വീട്ടിൽ 15ഉം 20ഉം ആളുകൾ തിങ്ങി നിറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരുടെ സന്തോഷത്തിലും ഉള്ളതിൽ തൃപ്തിപ്പെട്ടിട്ടൊക്കെ റാഹത്തോടു കൂടിയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഒരു രക്ഷിതാവിന് തന്നെ 10-12 മക്കൾ. ഇന്ന് വലിയ വീട്ടുകളിൽ ആകെ 1-2 മക്കളാകുമ്പോൾ തന്നെ നമുക്ക് നോക്കാൻ പ്രയാസപ്പെടുന്ന സമയം. എന്ത് കിട്ടിയാലും തികയാത്ത അവസ്ഥ, ബാധ്യതകൾ, പ്രയാസങ്ങൾ, ഹോസ്പിറ്റൽ ചെലവ്, അങ്ങനത്തെ കിട്ടുന്ന വരുമാനത്തിൽ ബറക്കത്തില്ലാത്ത കാലഘട്ടം. മുമ്പ് ചെറിയ ശമ്പളമാണെങ്കിലും നമ്മുടെ ജീവിതമൊക്കെ റാഹത്തായിരുന്നു. ഇപ്പം എത്ര കിട്ടിയാലും ബറക്കത്തില്ലാത്ത ഒരു റാഹത്തില്ലാത്ത ജീവിതത്തിലൊക്കെയാണ് നമ്മളൊക്കെ പോകുന്നത്. അതിനൊക്കെ കാരണം മഹാന്മാർ നമ്മൾ പഠിപ്പിച്ചു തന്ന ആ പാരമ്പര്യമൊക്കെ വലിച്ചെറിയപ്പെട്ടു എന്ന് തന്നെയാണ് സത്യം. അതുപോലെ ഖുത്ബിയത്തുകളും മൗലൂദുകളൊക്കെ നടത്തിയിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളിൽ, വർഷത്തിലും മാസത്തിലും ഒക്കെ. അതൊക്കെ നമ്മുടെ തിരക്ക് കാരണം മാറ്റിവെച്ചപ്പോൾ അള്ളാഹു നമ്മളെയും പരീക്ഷിച്ചു തുടങ്ങി. അപ്പം അതൊക്കെ നമ്മൾ വീണ്ടെടുക്കണം. നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ മാതൃകയാകണം. ഇൻഷാ അല്ലാഹ് പറഞ്ഞു വന്നത്, ഈ വരുന്ന ഞായറാഴ്ച ഫെബ്രുവരി 1-ാം തീയതി നമ്മുടെ ദാറുഷിഫായിൽ വെച്ച് വലിയ ഖുത്ബിയത്ത് മജ്ലിസ് നടക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്നവരൊക്കെ അതിലൊക്കെ വന്ന് പങ്കെടുക്കുക. ഒരുപാട് ആളുകളൊക്കെ പങ്കെടുക്കുന്ന മജ്ലിസാണ്. ഒരുപാട് ആളുകൾ കൂടിയാലുള്ള ഗുണമെന്താ? അതിലാരുടെയെങ്കിലും കണ്ണ് നിറഞ്ഞിട്ട് മനസ്സ് വിങ്ങിയിട്ട് ഒരു ആമീൻ പറഞ്ഞാൽ മതി. ബാക്കിയുള്ളവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അതിലൂടെ മാറ്റിത്തരും. ഖുത്ബിയത്തൊക്കെ ഓതുമ്പോൾ അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സ്വറുമൻ ലിഅഫ്വതിഹി. ഇങ്ങനെ ബെയ്ത്തൊക്കെ ഇങ്ങനെ പാടുമ്പോൾ ആമീൻ പിടിക്കുന്ന ഉപ്പമാരിലൊക്കെ ഹൃദയം പൊട്ടുന്നുണ്ടാകും. പടച്ചോനെ, എൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. മക്കൾ ജോലിയില്ലാതെ പ്രയാസപ്പെടുകയാണ്. ഭർത്താവ് മരണപ്പെട്ടു പോയി, എന്നെ നോക്കാൻ ആളില്ലല്ലോ റബ്ബേ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്ന എത്രയോ ഉമ്മമാരെ നിങ്ങൾക്കൊക്കെ ഈ കൂട്ടത്തിൽ കാണാം. എൻ്റെ അടുത്ത് ഇവിടെ ഒരു ദിവസം നിങ്ങൾ വന്നിരുന്നു നോക്കുക, എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഇവിടെയൊക്കെ വരുന്നതെന്നറിയോ. നമ്മളൊക്കെ റബ്ബിനെ എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നമ്മളിപ്പോഴും ആവലാതിയും പ്രയാസങ്ങളും ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ദിനങ്ങളാണ് നമ്മളൊക്കെ മുമ്പിലുള്ളത്. ഒന്നും കിട്ടിയാൽ പോരാത്തൊരവസ്ഥ. എൻ്റെ അടുത്തൊക്കെ വന്ന് നിന്നോക്ക് കുറച്ച് നേരം. എൻ്റെ അടുത്ത് വരുന്ന ആളുകളുടെയൊക്കെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ റബ്ബിനെ അറിയാതെ തന്നെ നമ്മൾ ശുക്ർ ചെയ്ത് പോകും. ഇപ്പോൾ ഈ ഖുത്ബിയത്തിന് വരുന്നുണ്ട്. മുമ്പിൽ തന്നെ ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 കണ്ണും ഇല്ലാത്ത ഒരു ചെറുപ്പം ഒരു മകൻ വരുന്നുണ്ട്. അതുപോലെ എത്രയോ പ്രയാസങ്ങൾ. മുമ്പ് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു മിഷ്യൻ വെച്ചിരിക്കുക. എൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റ് കുറവാണ്, ഹാർട്ട് അടിക്കുന്നില്ല. അത് അടിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ പൊളിച്ചിട്ട് ഒരു മിഷ്യൻ വെച്ച് കൊടുക്കുക. ഈ മിഷ്യനിലാണ് ഇപ്പോൾ ആളുടെ ഹൃദയം ഇങ്ങനെ പിടയ്ക്കുന്നത്.
അതിൽ നിന്ന് ഇടയ്ക്ക് ഷോക്ക് വരും എന്നോട് പറയാം. അതിൽ നിന്ന് ഇടയ്ക്ക് ഷോക്ക് വരും, അപ്പോൾ തലച്ചോറിനടക്കം അതിൻ്റെ വേദന വരും തങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഘം. മുമ്പ് എൻ്റെ അടുത്തൊരു ഉസ്താദ് വന്നിരുന്നു, ഇവിടെ കയ്യിൻ്റെ ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ട് ആഴ്ചയിൽ പോയിട്ടൊക്കെ ഇങ്ങനെ ഡയാലിസിസ് ചെയ്യാൻ 3 പ്രാവശ്യമൊക്കെ. അള്ളാഹു മാരകമായ രോഗങ്ങളൊക്കെ തൊട്ട് നമ്മളെല്ലാവരും കാക്കട്ടെ. ഒരാഴ്ച സുഖമില്ലാതെ വീട്ടിൽ നമ്മൾ കിടന്നാൽ മതി, നമ്മുടെ വീടിൻ്റെ കോലൊക്കെ പോവും, ഈ പ്രൗഢിയൊക്കെ ഇങ്ങനെ പോവും. ഒരാഴ്ച കിടന്നാൽ മതി, ഒരാളും പിന്നെ തിരിഞ്ഞു നോക്കില്ല. ഫസ്റ്റൊക്കെ നമുക്കുള്ള എല്ലാവരും സഹായിക്കാനും മറ്റേ ഒരുപാട് സഹായിക്കാമെന്ന് വാഗ്ദാനങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടാവും. കാര്യത്തോട് അടുക്കുമ്പോഴാണ് ആരുമില്ല, ഞാനും എൻ്റെ റബ്ബ് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതൊക്കെ അവസ്ഥ വരും. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ വരുന്ന ഞായറാഴ്ച ഖുത്ബിയത്താണ്. കഴിയുന്നവരൊക്കെ വന്ന് പങ്കെടുത്തോളി. ഒരുപാട് ആളുകളൊക്കെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അതിലൊക്കെ വന്നിട്ട് ദുആലൊക്കെ ആമീൻ പിടിച്ചോളി. അതിലൊക്കെ വലിയ ജീവിതത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തൊക്കെ തരും. അള്ളാഹു നമ്മുടെ മജ്ലിസൊക്കെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതുപോലെ ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട്, പല പല ഭാഗത്തു നിന്നും നമ്മുടെ മജ്ലിസിലേക്കൊക്കെ വരുന്നവരുണ്ട്. പുതിയതായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നേരെ ഷൊർണൂർ വന്നിട്ട് ട്രെയിൻ ഇറങ്ങുക. അവിടെ നിന്നും പെരിന്തൽമണ്ണ പോകുന്ന ബസ്സിൽ കയറി പുലാമന്തോൾ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങുക. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ നേരെ ചെമ്മലശ്ശേരി തെക്കേ സിറ്റി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറക്കിത്തരാൻ പറഞ്ഞാൽ നേരെ നമ്മുടെ മജ്ലിസിലേക്ക് കൊടുന്ന് ഇറക്കിത്തരും. നമ്മുടെ ഈ അഡ്രസ്സ് അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി. അതോടൊപ്പം വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി പായസവും ഭക്ഷണവും ഒക്കെ ഇവിടെ ഒരുക്കും. നല്ല ഭീമമായ തുക തന്നെ ഓരോ മാസവും ഇവിടെ ചിലവ് വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, യൂട്യൂബ് ചാനലുകളിലൊക്കെ നോക്കിയാൽ നമ്മുടെ മജ്ലിസിനെ കുറിച്ചിട്ടൊക്കെ അറിയും. അതിലുപരി സാധുക്കളായ സ്ത്രീകൾക്ക് അവർക്ക് സ്വയം തൊഴിലിന് ആവശ്യമായി തയ്യൽ മെഷീനും അതുപോലെ മറ്റു സഹായങ്ങളൊക്കെ നമ്മുടെ മജ്ലിസിൽ വെച്ചിട്ട് എല്ലാ മാസവും കൊടുത്തു വരുന്നുണ്ട്. ഇവിടെ വരുന്ന ആളുകളിൽ നറുക്കെടുക്കും. ആർക്കാണോ അത് അവകാശി കിട്ടുന്നത് അവർക്കത് കൊണ്ടുപോകാം. അങ്ങനെയാണ് ഇവിടെ നടത്തി വരാറുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ഖുത്ബിയത്തിൻ്റെ മജ്ലിസാണ്. നിങ്ങളുടെ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലും നിങ്ങളാൽ കഴിയുന്നൊരു തുകയൊക്കെ ആ മജ്ലിസിലേക്കൊക്കെ അയച്ചു കൊടുത്തോളി. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ വലിയ വിജയം നിങ്ങൾക്ക് നേരിട്ട് തന്നെ അനുഭവപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.